ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങൾ അന്വേഷിക്കാനുള്ള പ്രത്യേക സംഘത്തിൽ നിന്ന് DCP സൗമ്യലത പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് വിശദീകരണം. പകരം ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞു. SITക്ക് പുറമെ 20-അംഗ സംഘവും രൂപീകരിച്ചു. അന്വേഷണം ഉടൻ ആരംഭിക്കും. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു, അവർ പിന്മാറുന്നു. എപ്പോഴാണ് ഈ അന്വേഷണം ഒന്ന് തുടങ്ങുക? സുജയ, 4-അംഗ SIT ടീമിനെയാണ് നേരത്തെ തന്നെ കർണാടക സർക്കാർ ഈ കാര്യത്തിൽ അന്വേഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 2 പേർ പിന്മാറുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്തതാണ്. അതിലാണിപ്പോൾ DCP സൗമ്യലത അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് പിന്മാറുന്നു എന്നുള്ളത് അറിയിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കത്തെന്നുള്ള നിലയ്ക്ക് സൗമ്യലതയുടെ പക്കൽ നിന്ന് കിട്ടിയിട്ടില്ല. മറിച്ച് അത്തരത്തിൽ വിവരങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുമുണ്ട്. പകരം മറ്റൊരാളെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം ടീമിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സംഘത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി 20-അംഗ ടീമിനെ ഇതിനോടകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതൊക്കെ സ്റ്റേഷനുകളിൽ നിന്ന് വേണം എന്നുള്ളതടക്കം ഡെപ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുജയ ചോദിച്ചതുപോലെ തന്നെ ഇത്രയേറെ സംഭവങ്ങൾ പല വിധത്തിൽ വരികയും അതൊക്കെ വലിയ രീതിയിൽ വാർത്തകളാവുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിട്ടും ഒരു ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിലേക്ക് സംഘം കടക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. പല വിധത്തിലുള്ള മൊഴികൾ, പല കേസുകൾ, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഈ SIT സംഘത്തിന് എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ആവശ്യമെങ്കിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ആവശ്യമെങ്കിൽ ഇപ്പോൾ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്ക് ഉൾപ്പെടെ പോവുക എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ 4-അംഗ സംഘത്തിലുള്ളത്. പ്രത്യേകിച്ച് പ്രണവ് മൊഹന്തി IPS എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളാണ്, ഗുഡ് സർവീസ് ഉള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു പ്രതീക്ഷ ഈ നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. അവർ ഇതുവരെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സംഭവിച്ച കാര്യങ്ങൾ പോലുമുണ്ട്. അതിൽ തന്നെ 17 വയസ്സുകാരിയുടെ മരണം ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടായിട്ടും അതിലൊക്കെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നിരവധിയായ മരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ കൂടി ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ എന്താണ് സത്യം, എന്താണ് തെറ്റ് എന്നുള്ളത് പറയേണ്ടത് അന്വേഷണ സംഘമാണ്. ആ നിലയ്ക്ക് അന്വേഷണത്തിലേക്ക് വൈകാതെ തന്നെ സംഘം എത്തും എന്നാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. G. പരമേശ്വര ആഭ്യന്തരമന്ത്രി സംസാരിക്കുമ്പോഴും പറഞ്ഞത് ഒരു തരത്തിലും എങ്ങനെയായിരിക്കണം അന്വേഷണം എന്നുള്ളത് സംബന്ധിച്ച ഒരു നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകില്ല. മറിച്ച് അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിലെ അന്വേഷണത്തിലേക്ക് ഒരു രീതി കാണുമ്പോൾ അങ്ങനെ സ്വതന്ത്രമായി അവർക്ക് അന്വേഷണം നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ വെച്ച് പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതീക്ഷയിലേക്ക് അന്വേഷണ സംഘം എന്ന് ധർമ്മസ്ഥലയിൽ വന്നിറങ്ങും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ബൽത്തങ്ങാടിയിൽ ഉൾപ്പെടെ ഇപ്പോൾ സായുധ പോലീസിനെ ഉൾപ്പെടെ വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള ദൃഢനിശ്ചയം കർണാടക സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് ധർമ്മസ്ഥലയിൽ നിന്ന് ദീപക് മലയമ്മ.